താലോലിക്കുന്ന കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ നമ്മുടെ സെലിബ്രിറ്റി താരം ഷറഫുദ്ദീനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. റോണി മാത്യു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കം അപ്പ് ഓൺ ദി സ്റ്റേജ് പ്ലീസ്. ഞാൻ കരുതി ഒളിച്ചിരിക്കുമായിരുന്നു. പ്ലീസ്. കൂടെ ഒരു താരവും കൂടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. 2 താരങ്ങളുണ്ട്. തീർച്ചയായിട്ടും പോസ്റ്റ് സമ്മിറ്റിന് ആപ്റ്റായിട്ടുള്ള പെറ്റ്സ് തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഒരു ചെറിയൊരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ഞാൻ ഈ മൈക്ക് തൽക്കാലം ഞാൻ ഷറഫുദ്ദീനെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യണം. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാ പെറ്റ് സ്നേഹികൾക്കും നമസ്കാരം. നിങ്ങൾക്കൊക്കെ എന്നെ അറിയാവുന്നത് തന്നെ പെറ്റല്ലെങ്കിലും വീട്ടിൽ ഉള്ളൊരു ജീവിയുടെ പേരിലായിരുന്നല്ലോ ആദ്യമായിട്ട് നിങ്ങളൊക്കെ പരിചയപ്പെട്ടത്, പ്രേമത്തിലൂടെ. അപ്പോൾ ഏതായാലും അത് തന്നെയാണ് എൻ്റെ ജീവിതം തോന്നുന്നു. ഞാനിപ്പോഴും അതുപോലത്തെ സിനിമകളൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതും ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മൾ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ചെയ്യണമെന്നൊക്കെ ഞാൻ എൻ്റെ സിനിമ മാർക്കറ്റ് ചെയ്യുന്നതല്ല, അതല്ലാതെ എനിക്കതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. ഒരു സിനിമ ചെയ്യാൻ തയ്യാറായപ്പോഴാണ് കുറച്ചും കൂടി പെറ്റ്സൊക്കെ ആയിട്ട് അടുത്തത്, കുറച്ചും കൂടി പെറ്റ്സിൻ്റെ പേരെല്ലാം മനസ്സിലാക്കിയത്. ഞാൻ അപ്പോഴാണ് ഇതിൻ്റെ ഒരു വേൾഡിലേക്ക് നമ്മൾ ചെല്ലുന്നത്. നമുക്ക് ഓരോ സിനിമയും ഓരോ ഇതാണല്ലോ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ അബൌട്ട് പെറ്റ് ആണെന്ന് പറയാൻ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഈ സിനിമയിൽ ഞാൻ നായകൻ മാത്രമല്ല, ഞാൻ തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയല്ലോ എൻ്റെ ഭാഗ്യമുണ്ട്. പെറ്റ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങളുടെ ഈ സിനിമ വരുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വരാനും ഞാൻ അർഹനാണെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്.